ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ തലയിൽ ഒറ്റ മുടി ഉണ്ടാവില്ല. ഇങ്ങനെ സങ്കടം പറയുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവരറിയാനായിട്ട് നമ്മുടെ തലയിലെ മുടിക്ക് ഒരു ആയുസുണ്ട്. അത് നോർമലി ഒരു 5 to 7 ഇയേഴ്സ് വരെയാണ്. ഈ 7 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വയസ്സായ മുടികൾ കൊഴിഞ്ഞു പോയാലേ പുതിയ മുടികൾക്കൂടെ വരാൻ സ്പേസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ഒരു ദിവസം 50 മുതൽ 100 മുടി വരെ പോയേക്കാം. പക്ഷേ ഇതിലും കൂടുതലായിട്ട് പോകുന്നുണ്ട്, കുറേ നാളുകൾ ഇങ്ങനെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അതിനെയാണ് ടീലോജൻ എഫ്ലൂവിയം എന്ന് പറഞ്ഞ കണ്ടീഷൻ ആവുന്നത്. ടീലോജൻ എഫ്ലൂവിയം ഉണ്ടാവാൻ തന്നെ കുറേ കാരണങ്ങളുണ്ട്. അത് നോർമലായിട്ട് കാണുന്നതിൽ പ്രഗ്നൻസി കഴിഞ്ഞ്, അതായത് ഡെലിവറി കഴിഞ്ഞൊരു 3 to 6 months കഴിയുമ്പോൾ ഹെയർ ഫോൾ ഉണ്ടായേക്കാം. പിന്നെ ഉള്ളത് നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മഞ്ഞപ്പിത്തം പോലെയോ അല്ലെങ്കിൽ ടൈഫോയിഡ് പോലുള്ളൊരു അസുഖങ്ങൾ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞൊരു 3 months കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഹെയർ ഫോൾ കൂടുതലായിട്ട് കണ്ടേക്കാം. പിന്നെ ഉള്ളത് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസിയിൽ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിലോ അല്ലെങ്കിൽ സിങ്ക് പോലുള്ള എലമെൻറ്റ്സ് ഡെഫിഷ്യൻസിയിലോ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസിയിലോ എല്ലാം ഹെയർ ഫോൾ ഉണ്ടായേക്കാം. തൈറോയ്ഡ് ഡിസീസിലും ഇതുപോലുള്ള ഹെയർ ഫോൾ കണ്ടേക്കാം. പിന്നെ ഉള്ളത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ക്രാഷ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വൈറ്റമിൻ ഡെഫിഷ്യൻസി എല്ലാം ഉണ്ടാകും, അപ്പോഴും ഉണ്ടാവും ഹെയർ ഫോൾ. പിന്നത്തെ ഒരു മെയിൻ കാരണം സ്ട്രെസ്സാണ്. അതിപ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ സ്വന്തം വീട്ടിൽ നിന്ന് മാറി കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോയി നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈം വരെ നമ്മുടെ ബോഡിയിൽ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാരണവും ഹെയർ ഫോൾ ഉണ്ടായേക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന ഹെയർ ഫോൾ എല്ലാം നോർമലി ഒരു 3 to 6 months കഴിയുമ്പോൾ റെഡി ആവുന്നതാണ്. ഈ 6 monthsന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ കോഴ്സ് അനുസരിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്.